ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ രണ്ട് അന്ധയാചകർക്ക് കാഴ്ച കൊടുക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ഈശോ ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ വഴിയരികിൽ ഇരുന്ന രണ്ട് അന്ധന്മാര് ഉറക്കെ നിലവിളിച്ച് അപേക്ഷിക്കുകയാണ്, കർത്താവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ. അപ്പൊ ജനക്കൂട്ടം എന്ത് ചെയ്യുന്നു? മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവർ ശാസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രാർത്ഥന ജനങ്ങൾക്ക് അസഹനീയമായിട്ട് തോന്നി. അവർ നോക്കുമ്പോൾ ഈ ഒരു അവസരത്തിന് ചേർന്നതല്ല ഇവരുടെ പ്രാർത്ഥന. യഥാർത്ഥത്തില് ഇവര് ഹൃദയം നുറുങ്ങിയാണ് കർത്താവിനെ വിളിക്കുന്നതെന്ന് ഈ ജനക്കൂട്ടം മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ കർത്താവ് അത് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ജനക്കൂട്ടം ഇവരുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയുമ്പോഴും ഈശോ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരവരുടെ ആവശ്യം പറയുന്നു. ഈശോ ആവശ്യം നടത്തി കൊടുക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. അതായത് ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ ഒരു മണ്ടത്തരമായിട്ട് ഒരു പക്ഷെ ലോകത്തിന് തോന്നിയേക്കാം. പക്ഷെ എന്നാലും നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം വിലമതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വിഷയമുള്ള കാര്യമല്ല, നീ ദൈവത്തോട് സംസാരിക്കുന്ന രീതി എങ്ങനെയുള്ളതാണ് എന്നുള്ള വിഷയമുള്ള കാര്യമല്ല, മറിച്ച് ദൈവം അതിനെ വിലമതിക്കുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഫ്രാൻസിസിന്റെ ജീവിത ആ ഒരു രീതി കണ്ടിട്ട് ഒരു സർക്കസുകാരൻ ഈ ഫ്രാൻസിസിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ അദ്ദേഹം വന്ന് ഫ്രാൻസിസിനോട് പറയുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഫ്രാൻസിസ് ചോദിക്കുന്നത്, നിനക്ക് എന്താണ് അറിയുക? എനിക്ക് അഭ്യാസം കാണിക്കാനായിട്ട് അറിയാം. അങ്ങനെ ഫ്രാൻസിസ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, ദൈവത്തിന് മുമ്പിൽ നിന്റെ അഭ്യാസങ്ങൾ നീ കാണിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അയാൾ ദൈവത്തിന് മുമ്പിൽ സർവ്വം മറന്ന് അദ്ദേഹത്തിന്റെ അഭ്യാസങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഫ്രാൻസിസ് ആ പള്ളിയുടെ പുറത്ത് നിന്ന് ഇങ്ങനെ പറയുകയാണെന്നാണ് പറയുന്നത്. അതായത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് ഉള്ളിൽ നടന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ അത് ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, ഒരുപക്ഷെ ലോകം അതിനെ പുച്ഛിച്ച് തള്ളിയാലും ദൈവം അതിനെ വിലമതിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ മുന്നേറാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരും സമൃദ്ധമായിട്ട്